നമസ്കാരം. ശബരിമലയിൽ 1.5 വർഷത്തിലേറെയായി സൂക്ഷിച്ചിരിക്കുന്ന കേടായ അരവണ ഈ തീർത്ഥാടന കാലത്തിന് മുൻപ് നശിപ്പിക്കും. ഇത് നശിപ്പിക്കാൻ 1.25 കോടി രൂപയുടെ ടെൻഡറിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയത്. ഫലത്തിൽ 7.80 കോടി രൂപയുടെ നഷ്ടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ടാവുക. ഇതിനുള്ള ടെൻഡർ ദേവസ്വം ബോർഡ് അംഗീകരിച്ചു. കേടായ അരവണ വളമാക്കുകയാണ് പദ്ധതി. നവംബർ 16 മണ്ഡലകാലം ആരംഭിക്കുന്നത്. അതിനു മുൻപ് അരവണ സന്നിധാനത്തു നിന്ന് നീക്കും. ടെൻഡർ എടുത്ത കമ്പനിയുമായി ദേവസ്വം ബോർഡ് കരാർ വെക്കുന്നതോടെ സന്നിധാനത്തു നിന്ന് അരവണ നീക്കും. ഏറ്റുമാനൂർ ആസ്ഥാനമായ ഇന്ത്യൻ സെൻട്രിഫ്യൂജ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് കമ്പനി 1.15 കോടി രൂപയ്ക്കാണ് കരാർ എടുത്തിട്ടുള്ളത്. 6.65 കോടി രൂപ വില വരുന്ന അരവണയാണ് വിൽക്കാൻ കഴിയാതെ വന്നത്. 3 കമ്പനികളിൽ ഏറ്റവും കുറവ് തുക ക്വാട്ട് ചെയ്ത ഈ കമ്പനിയായിരുന്നു. അനുവദനീയമായതിൽ കൂടുതൽ കീടനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2023 ജനുവരി 11 ഈ അരവണയുടെ വിൽപ്പന ഹൈക്കോടതി തടഞ്ഞത്. ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അരവണയിൽ ചേർത്ത ഏലക്കയിൽ അളവിൽ കൂടുതൽ കീടനാശിനി ഉണ്ടെന്ന് ഹർജിക്കാരന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കേസ് തള്ളിപ്പോവുകയും ചെയ്തിരുന്നു. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള വലിയ ഹാളിലാണ് കേടായ അരവണ നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അരവണ എങ്ങനെ നശിപ്പിക്കുമെന്ന കാര്യത്തിലും ടെൻഡർ നടപടിക്രമം വൈകിയതിലുമാണ് ഇത്രയും കാലതാമസം ഉണ്ടായത്. വനത്തിൽ നശിപ്പിക്കാനായിരുന്നു ആലോചന. എന്നാൽ വനനിയമങ്ങൾ തടസ്സമായതിനാൽ അടുത്ത മാർഗമായി ടെൻഡർ വിളിക്കുകയായിരുന്നു. ടെൻഡറിൽ ആദ്യം ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മാത്രമാണ് രംഗത്ത് വന്നത്. ഒരു കമ്പനി മാത്രം വന്നതിനാൽ ലേല വ്യവസ്ഥ പ്രകാരം വീണ്ടും ടെൻഡർ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഹിന്ദുസ്ഥാൻ ഉൾപ്പെടെ 3 കമ്പനികൾ രംഗത്ത് വന്നു. അതിൽ ഏറ്റവും കുറവ് തുക ക്വോട്ട് ചെയ്തത് ഇന്ത്യൻ സെൻട്രിഫ്യൂജ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ആണ്.